ട്രംപിൻ്റെ മുറി, ഓവൽ ഓഫീസ്, ലോകത്തിലെ ഏറ്റവും കരുത്തനായ വ്യക്തി ഇരിക്കുന്ന സ്ഥലം. അവിടെ ഒരു ബാലൻ ഓടി നടക്കുന്നു. അവൻ ഓടി വന്നിട്ട് അവൻ്റെ മൂക്ക് തുടയ്ക്കുന്നത് ആ മേശവിരിയിലാണ്. അപ്പോൾ എന്തോ പറഞ്ഞ് ട്രംപ് നോക്കുമ്പോൾ, ഇങ്ങനെയാണ് ട്രംപ് അപ്പൂപ്പ ഞാൻ അപ്പൂപ്പനോട് കൂട്ടില്ല എന്ന് പറയുന്നു. പ്രസിഡൻറ്റിൻ്റെ മുറിയിൽ മിക്കവാറും ദിവസങ്ങളിൽ മസ്കിൻ്റെ കുട്ടികൾ ഓടിക്കളിക്കുകയാണ്. മസ്കിനെ കാണാൻ മോദി ചെന്നപ്പോൾ മസ്കിൻ്റെ ഭാര്യ ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ 2 കുട്ടികളെ കൂട്ടത്തിൽ കൊണ്ടുവന്നാണ് കണ്ടത്. അപ്പോൾ ഒരു പുതിയ ഡിപ്ലോമസി ഉണ്ടായി വരികയാണ്. ഇലോൺ മസ്കിൻ്റെ കുട്ടികൾ മോദിയെ മാത്രമല്ല എല്ലാ ദിവസവും ട്രംപിൻ്റെ മുറിയിലുമുണ്ട്. അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ മുറിയിലാണ്. പ്രസിഡൻറ്റ് ട്രംപിൻ്റെ അടുത്ത് കളിക്കാനും കൂട്ടുകൂടാനും പിണങ്ങാനും ഒക്കെ മസ്കിൻ്റെ മക്കളുണ്ട്. അമേരിക്ക ഭരിക്കുന്നത് ട്രംപാണെങ്കിൽ ട്രംപിനെ നയിക്കുന്നത് മസ്കാണെന്ന് പറഞ്ഞാലും തെറ്റില്ല. അമേരിക്കയിൽ അതിനിപ്പോൾ ഒരു പേര് വന്നിട്ടുണ്ട്, ഇലോണിഫിക്കേഷനാണ് ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്നത്. ഇലോൺ മസ്ക് തീരുമാനിക്കുന്നത് ട്രംപ് നടപ്പാക്കുന്നു, അല്ലെങ്കിൽ ട്രംപ് തീരുമാനിക്കുന്നത് എലോൺ മസ്ക് നടപ്പാക്കുന്നു. എലോൺ മസ്കിനെ ഒരു വകുപ്പിൻ്റെ തലവനാക്കിയിട്ടുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി, സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് പരിശോധിക്കാൻ. അപ്പോൾ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു വൈകാരികമായ അടുപ്പമുണ്ട്. ട്രംപിൻ്റെ അടുത്ത് മസ്കും കുട്ടികളും കൂടിയാണ് വരുന്നത്. അപ്പോൾ ഒരു ഔദ്യോഗിക മീറ്റിങ്ങിലാണെങ്കിലും അതിന് ഒരു കൗതുകരമായ ഒരു പരിവേഷം ഉണ്ടാക്കിയെടുക്കുക. അല്ല, ഇത് ഔദ്യോഗികമല്ല, ഇത് സമ്പൂർണ്ണമായിട്ട് 2 വ്യക്തികൾ പരസ്പരം അവരുടെ ആശയങ്ങൾ പങ്കുവെക്കുകയും അവരൊന്നായി തീരുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു ഹൃദയം എന്ന് പറയുന്നത് ഇതായി മാറിത്തീരുന്ന വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു മാറ്റമാണ് യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ കാണുന്നത്. ശരിയോ തെറ്റെന്നൊക്കെയുള്ള കാലം മാത്രമാണ് തീരുമാനിക്കുന്നത്. മോദി വന്നപ്പോഴും മസ്ക് പോയത് അങ്ങനെയാണ്. അതെ, എന്തായാലും അങ്ങനത്തെ ഒരു മാറ്റത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നത് വെച്ചാൽ ഈ ഔദ്യോഗിക സ്വഭാവത്തിൻ്റെ ഉണക്ക സ്വഭാവം അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതാണ് ഈ കുട്ടികളിങ്ങനെ ഓടിക്കളിച്ച് നടക്കുന്നു. പക്ഷേ ഇങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ പോലും അവർ കൈകാര്യം ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളാണ്, ഗവൺമെൻറ് പോളിസികളാണ്, ഗവൺമെൻറ് പ്രവർത്തനങ്ങളാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ് ഫങ്ഷൻസാണ്. അതെങ്ങനെ ആയിരിക്കണം എന്ന് കൃത്യമായിട്ട് നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ വലിയൊരു മാറ്റം എൻ്റെ അകത്തുണ്ട്. എന്ന് വെച്ചാൽ ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പ്രസിഡൻ്റാണല്ലോ, ജനങ്ങൾ തിരഞ്ഞെടുക്കാത്ത ഒരു കോടീശ്വരനുമാണ്. അതെ, ജനങ്ങൾ തിരഞ്ഞെടുക്കാത്ത ഒരു കോടീശ്വരനും ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നതായിട്ടുള്ള ഒരു പ്രസിഡന്റും ആ ട്രംപും അതുപോലെ മസ്കും തമ്മിലുള്ളതായിട്ടുള്ള റിലേഷൻ അതാണ്. പക്ഷേ ട്രംപിനറിയാം താനിങ്ങനെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ തീരുമാനങ്ങളെയും തൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ അട്ടിമറിക്കാനായിട്ട് ഒരു ഡീപ് സ്റ്റേറ്റ് വർക്ക് ചെയ്യുന്നുണ്ടാകും. കാരണം ഈ നമ്മൾ ഈ മൾട്ടിനാഷണൽസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ കുത്തകൾ അവരാണ് എല്ലാം അട്ടിമറിക്കുകയൊക്കെ നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മുതലാളി ഒരു മെഗാ മുതലാളിയാണ് ട്രംപ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അറിയാം, ഇവന്മാരൊക്കെ ഒരു കുട്ടിച്ചോറാക്കുന്ന ട്രംപ് ഒന്നാന്തരം കച്ചവടക്കാരനാണ്. അതെ, അതുകൊണ്ട് ട്രംപ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ മസ്കിനെ വിളിച്ച് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഗവൺമെൻറ് എഫിഷ്യൻസി പരിശോധിക്കാനായിട്ട് സാധാരണ കോർപ്പറേറ്റ് സംവിധാനങ്ങൾക്കകത്ത് എങ്ങനെയാണ് പ്രവർത്തി. എല്ലാ ദിവസവും രാവിലെ പ്രധാനപ്പെട്ട എല്ലാ എക്സിക്യൂട്ടീവുകളെയും വിളിക്കൂലേ, എന്നിട്ട് ചോദിക്കും കഴിഞ്ഞ ദിവസത്തെ പണി എവിടം വരെയായി. ഇത് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ നിർവഹിക്കപ്പെടുമ്പോൾ മാത്രമാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നതെന്നുള്ളത് മൾട്ടിനാഷണൽസിന് കൃത്യമായിട്ട് അറിയാവുന്ന അവരുടെ ഒരു പുതിയ സംസ്കാരമാണ്, പുതിയൊരു തൊഴിൽ സംസ്കാരമാണ്. അത് കമ്പനികളിലാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. എന്നുവെച്ചാൽ സ്വകാര്യ കമ്പനികളുടെ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇത്തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള മീറ്റിങ്ങുകളിലൂടെ, പരിശോധനകളിലൂടെ, മോണിറ്ററിങ്ങിലൂടെ നിർവഹിക്കപ്പെട്ടിരുന്നതെങ്കിൽ ഇനി രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെ, ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ തന്നെ അങ്ങനെ നടക്കണം. അതിനു വേണ്ടിയാണ് മസ്കിനെ വിളിച്ച് ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ല, ഇപ്പോൾ മസ്ക് എന്താ ചെയ്തത്? മസ്ക് ഇടപെട്ടപ്പോൾ പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്. മസ്കിൻ്റെ ആണല്ലോ ട്വിറ്റർ, ഇപ്പോഴത്തെ എക്സ് മസ്കിൻ്റെയാണ്. മസ്ക് ഒരു പോസ്റ്റ് ട്വിറ്ററിൽ ഇട്ടിട്ടുണ്ട്. അതായത് എല്ലാ ഫെഡറൽ സർവീസിലുള്ള എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും, എന്നാൽ അമേരിക്കയിലെ മുഴുവൻ ഗവൺമെൻറ് ജീവനക്കാർക്കുള്ള അറിയിപ്പാണ്. ഡോജിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസിയുടെ മേധാവി എന്ന നിലയിൽ, അതിൻ്റെ പ്രധാനി എന്ന നിലയിൽ മസ്ക് ഒരു പോസ്റ്റ് ഇട്ടിട്ട് പറയുകയാണ്, നിങ്ങൾ കഴിഞ്ഞ ആഴ്ച എന്തു ചെയ്തു എന്ന്, ട്രംപിൻ്റെ എക്സിക്യൂട്ടീവ് ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന് സർക്കാരിനെ അറിയിക്കാനുള്ള ഒരു മെയിൽ അടുത്ത ദിവസം വരും. ആ മെയിലെല്ലാം എല്ലാ ജീവനക്കാർക്കും കിട്ടും. നിങ്ങളതിന് മറുപടി അയക്കണം. ആരെങ്കിലും മറുപടി അയച്ചില്ലെങ്കിൽ നിങ്ങൾ ജോലി രാജിവെച്ചതായി കണക്കാക്കപ്പെടും. അപ്പോൾ നമ്മൾ സർക്കാർ ജോലി എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു സെക്യൂരിറ്റി ഒക്കെ ഉണ്ടെന്നാണ് ലോകത്തെല്ലായിടത്തും കരുതുന്നത്. പക്ഷേ അങ്ങനെയല്ല. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ എന്ത് ചെയ്തു, ട്രംപിൻ്റെ പോളിസിക്ക് അനുസരിച്ച് അത് നിങ്ങൾ ഒരു മെയിലിന് മറുപടിയായിട്ട് അയച്ചില്ലെങ്കിൽ, മറുപടി അയക്കാൻ നിങ്ങൾ മറന്നുപോയാൽ യു ആർ റിസൈൻഡ്, യു ആർ ഫയർഡ്, നിങ്ങൾ പുറത്തായി.
അപ്പോൾ തൊഴിൽ സംസ്കാരം സർക്കാരിൻ്റെ തൊഴിൽ സംസ്കാരമൊക്കെ മാറുകയാണ്. അപ്പോൾ അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് ഗവൺമെൻറ് എംപ്ലോയീസ് AFG ശക്തമായ പ്രതിഷേധമായിട്ട് വന്നിരിക്കുന്നു. ഇത് വല്ലാത്തൊരു കെടുതിയാണ്. ജനങ്ങൾ തിരഞ്ഞെടുക്കാത്ത ഒരു ബില്യണയർ വന്നിട്ട് രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിൽ സേനയിൽ ഇടപെടുന്നു. ഇതിനെ ചെറുക്കണമെന്ന് പറഞ്ഞ് അമേരിക്കയിലെ തൊഴിലാളി സംഘടന വന്നിരിക്കുന്നു. ഈ ഡോജ് പിരിച്ചുവിടണമെന്നാണ്. അല്ല, ഇത് ഡോജ് പിരിച്ചുവിടണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. സർക്കാർ വകുപ്പുകളുടെ കാര്യക്ഷമത പരിശോധിക്കാനുള്ള ഈ വകുപ്പേ വേണ്ട, പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ട് പ്ലക്കാർഡുകളൊക്കെ ആയിട്ട് അവർ രംഗത്തിറങ്ങിയിരിക്കുന്നു. നമ്മളിത് മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ഇവിടെ നമ്മുടെ കേരളത്തിൽ സെക്രട്ടേറിയറ്റിൽ പഞ്ചിങ് മെഷീൻ കൊണ്ടുവച്ചു ഇവിടുത്തെ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്ത് തല്ലിപ്പൊടിച്ചത്. അതിൻ്റെ വേറെ പതിപ്പാണത് അവിടെ നമ്മൾ കാണുന്നതെന്ന് മാത്രം. പക്ഷേ അവിടെ നടക്കാൻ സാധ്യതയില്ലെന്ന് മാത്രം. ഇവിടെ തല്ലിപ്പൊളിക്കാം, അവിടെ പക്ഷേ തല്ലിപ്പൊളിക്കാനായിട്ട് പറ്റില്ല. കാരണം ഒന്ന്, അവരുടെ ഒരു കൾച്ചർ കുറേ കൂടി ചെയ്യില്ല. അവരങ്ങനെ ചെയ്യില്ല. അവർക്ക് അങ്ങനത്തെ നമ്മളുടെ ഇവിടുത്തെ ഈ പരിപാടി. പക്ഷേ അതിൻ്റെ ഒരു ബേസിക് നേച്ചർ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് തൊഴിലാളി പണിയെടുക്കാനായിട്ട് തയ്യാറല്ല. പണിയെടുക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാമാണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് ഗവേഷണം നടത്തുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ലോകം പുതിയ രീതിയിലേക്ക് വികസിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് സ്വകാര്യ മേഖല വളരെ എഫിഷ്യൻ്റായിട്ട് പ്രവർത്തിക്കുന്നത്. നമ്മളിവിടെ വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. സ്വകാര്യ മേഖലയിലെ പ്രവർത്തനങ്ങളും അതുപോലെ സർക്കാർ മേഖലയിലെ പ്രവർത്തനങ്ങളും വളരെ വ്യത്യസ്തമാണ്. നമ്മൾ ഇപ്പോൾ സ്വകാര്യ മേഖലയ്ക്ക് പകരമായിട്ട് സർക്കാർ മേഖല പ്രിഫർ ചെയ്താൽ പോലും ആ സർക്കാർ മേഖല എന്ന് പറയുന്നത് ഈ തൊഴിലാളികളുടെ നിരുത്തരവാദിത്തപരമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് അവർ താർത്ത തെരിപ്പണായികളെയാണ് ചെയ്യുന്നത്. നമുക്കതിനോട് ഒരു എന്താണ്, BSNL കാര്യം പോലും കേരളത്തിൽ മാത്രമാണ് BSNL രക്ഷപ്പെട്ടിങ്ങനെ നിൽക്കുന്നത്. ബാക്കി സ്ഥലത്തൊക്കെ പൊളിഞ്ഞു പോയി. അപ്പോൾ അതൊക്കെ പൊളിഞ്ഞു പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ തൊഴിലാളികൾക്ക് ഇതിനായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഞാൻ ഓർക്കണം, എൻ്റെ വീട്ടിൽ പണ്ട് BSNL ഫോൺ ഉണ്ടായിരുന്നു. ഫോൺ ചത്തുപോയി. അതിന് നിരന്തരം പരാതിപ്പെട്ടു, രക്ഷയില്ല. നേരിട്ട് പോയി അപേക്ഷ എഴുതി കൊടുത്തു, രക്ഷയില്ല. അവസാനം 1 മാസത്തോളം ഫോൺ ചത്തു കിടന്നതിന് ശേഷം ടെലിഫോൺ കണക്ഷൻ വേണ്ട എന്ന് വെച്ചു. അതാണ് ചെയ്യുന്നത്. അതായത് സർക്കാരിൻ്റെ സംവിധാനങ്ങൾ മുഴുവനും നശിപ്പിക്കുന്ന ഒരു സംവിധാനമായിട്ട് തൊഴിലാളികളുടെ പ്രവർത്തനങ്ങൾ മാറിത്തീരുന്നു. അത് അമേരിക്കയ്ക്ക് എന്തായാലും പൊറുക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് ട്രംപ് നല്ല ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് താല്പര്യമൊന്നും സർക്കാർ സംവിധാനങ്ങളോട് ഇല്ല. സർക്കാരിൻ്റെ തലവനാണെന്നുള്ളത് ശരിയാണ്. എങ്ങനെയാണ് സ്വകാര്യ മേഖല പ്രവർത്തിക്കുന്നത് അതേപോലെ സർക്കാർ മേഖലയും പ്രവർത്തിക്കണം എന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് വീക്കിലി അസസ്മെൻറ്റ് വരുവാണ്. വീക്കിലി അസസ്മെൻറ്റ് വരെ. വീക്കിലി അസസ്മെൻറ്റ് വന്നാൽ എത്ര എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങൾ മാറും. വളരെ എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ദൈനംദിനമായിട്ടുള്ള മീറ്റിങ്ങുകളിലൂടെയാണ് കോർപ്പറേറ്റ് സംവിധാനങ്ങളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ് ജപ്പാൻ താറും തരിപ്പണമായി നമുക്കറിയാം. അത് കഴിഞ്ഞതിന് ശേഷം ജപ്പാനിൻ്റെ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ചിട്ടാണ് ജപ്പാൻ പിന്നീട് ലോകത്തെ അത്ഭുത ശക്തിയായിട്ട് മാറിത്തീർന്നത്. അപ്പോൾ അവർ പക്ഷേ ഇങ്ങനത്തെ രീതിയായിരുന്നില്ല ഉപയോഗിച്ചത്. പകരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ആഴ്ചയിലും വീക്കിലി അസസ്മെൻറ്റ് തന്നെയാണ്. എല്ലാ ആഴ്ചയിലും വൈകുന്നേരം ആവുന്ന സമയത്ത്, എല്ലാ ആഴ്ചയിൽ എനിക്ക് വന്ന് ശനിയാഴ്ച വൈകുന്നേരം അവരെ എല്ലാ തൊഴിലാളികളെയും മുതലാളിയുടെ വീട്ടിലേക്ക്, ഒരു കമ്പനി നടത്തുന്ന മുതലാളിയുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും അവർക്ക് ഈ മുതലാളിയുടെ ഭാര്യ തന്നെ അവരുടെ കൈകൊണ്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി വിളമ്പുകയും ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ തൊഴിലാളികളും ആ കുടുംബത്തിലെ അംഗങ്ങളാണ് എന്ന് വരുത്തുകയും എന്നുവെച്ചാൽ അത് വളരെ ആത്മാർത്ഥവും സത്യസന്ധമായിട്ടാണ്, അല്ലാണ്ട് വെറുതെ പറ്റിക്കാൻ വേണ്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരു തൊഴിൽ സംസ്കാരം വളർന്നു വന്നിട്ടാണ് ജപ്പാൻ അത്ഭുതകരമായിട്ടുള്ള കുതിച്ചുകയറ്റം നടത്തിയത്. കാരണം അങ്ങനെ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ആധുനിക സാങ്കേതിക വിദ്യകളുടെ എല്ലാം വികാസത്തിൻ്റെ ഫലമായിട്ട് ഈ ട്രംപ് കാണുന്നത് ഇലോൺ മസ്കിൻ്റെ സാധ്യതകളെ ഇനി ഉപയോഗിക്കാം എന്നാണ്. അല്ല, പൊതുവിൽ പിയേഴ്സൺ മാഷ് ഇതിനെ സ്വാഗതം ചെയ്യുകയാണോ? അല്ല, അതങ്ങനെ സ്വാഗതം ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാവുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. കാരണം നമ്മൾ ഈ വശം കാണുന്നുണ്ടല്ലോ, ഏത് ഈ ഗവൺമെൻറ് സെക്ടറിൽ തൊഴിലാളികളുടെ കെടുകാര്യസ്ഥത കാണുന്നത്. കെടുകാര്യസ്ഥത കൊണ്ട് ഒരു സർക്കാർ നിലനിൽക്കില്ല. ആ സർക്കാർ തകരുകയോ തരിപ്പണമാവുകയോ ചെയ്യും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. അപ്പം അതുകൊണ്ട് ഗവൺമെൻറ് തകരരുന്നാണ് നമ്മുടെ ആഗ്രഹം. പൊതുസമൂഹത്തിന് അതിൻ്റെ ഗുണങ്ങൾ എപ്പോഴും ലഭ്യമാകേണ്ടതാണ്. അപ്പോൾ തൊഴിലാളികൾ ഭാഗത്ത് തരത്തിലുള്ള ഒരു കെടുകാര്യസ്ഥത വന്നാൽ അത് പരിഹരിക്കാനായിട്ടുള്ള 2 മാർഗ്ഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഒന്ന് ജപ്പാൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു, അത് സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും പ്രതിബദ്ധതയുടെയും അടിസ്ഥാനത്തിൽ വളർത്തി വികസിപ്പിച്ചെടുത്തൊരു സംവിധാനം. അതുപോലെ അതൊന്നും ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് എന്താണ് മസ്കിൻ്റെ ഈ ഭീഷണി, ഇതൊരു ഭീഷണി തന്നെയാണ്. കാരണം വെച്ചാൽ ഒരാഴ്ചയെ നിങ്ങൾ എന്ത് ചെയ്തതെന്ന് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യും. മെയിൽ വരും, മെയിലിന് റിപ്ലൈ അയച്ചില്ലെങ്കിൽ അത് റെസിഗ്നേഷൻ ആയിട്ട് കണക്കാക്കും. അപ്പോൾ എന്താ വെച്ചാൽ എഫിഷ്യൻസി വളരെ കൂടുതലാണ്. കടലാസ് പരിപാടികളൊന്നുമില്ല. മറ്റേ നമുക്ക് ഒരു തൊഴിലാളിയെ ഒരു സർക്കാർ സംവിധാനത്തിൽ പിരിച്ചുവിടുന്നതിന്
ഒരുപാട് നടപടിക്രമങ്ങളുണ്ടാകും. ഇതൊന്നുമില്ല. ഇതൊന്നുമില്ല. മെയിലിന് മറുപടി അയച്ചില്ലെങ്കിൽ പിരിഞ്ഞു എളുപ്പമാണ്. അപ്പോൾ രണ്ട് കാര്യം, ഒന്നിൽ ഇവർ പിരിഞ്ഞു പോകും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, കാര്യക്ഷമമായി അവർ പ്രവർത്തിക്കും. കാര്യക്ഷമമായി പ്രവർത്തിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ല, അത്തരം ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ വരാനുള്ള വല്ല സാധ്യതയുണ്ടോ? നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റില്ല. കാരണം വെച്ചാൽ അങ്ങനെയല്ല നമ്മളുടെ കിടപ്പ്. അതായത് നമ്മളുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനം എന്ന് പറയുന്നത് നമുക്ക് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കാനുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ സംവിധാനം മാത്രമാണ്. അല്ലാണ്ട് ഗവേണൻസിൻ്റെ കാര്യത്തിൽ വളരെ മോശമാണ്. അല്ല, ഞാൻ ആലോചിക്കുകയാണ്, ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് അദാനി, അംബാനി എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. നരേന്ദ്രമോദി ഈ ഡോജ് പോലെ വിവിധ സർക്കാർ വകുപ്പുകളുടെ കാര്യക്ഷമത പരിശോധിക്കാൻ ഒരു വകുപ്പുണ്ടാക്കുകയും അതിൻ്റെ തലവനായി അദാനിയെ വയ്ക്കുകയും ചെയ്താൽ എന്തായിരിക്കും ഈ രാജ്യത്ത് നടക്കാൻ പോകുന്നത്? വലിയ പ്രശ്നങ്ങളായിരിക്കും. അതൊരു കാര്യം. പക്ഷേ പതുക്കെ കാര്യക്ഷമതയിലേക്ക് രാജ്യം വരേണ്ടത് ആവശ്യമാണ്. കാരണം പഴയ കാലങ്ങളിലത് മാറിയല്ലേ, വളരെ ഫാസ്റ്റാണല്ലോ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ കാര്യക്ഷമത ഇല്ലെങ്കിൽ നമ്മുടെ സർക്കാരുകളെ കൊണ്ട് എനിക്ക് അത്ഭുതം തോന്നുന്നു കേട്ടോ. ഞാൻ കരുതിയത് ഒരു ഇടതുപക്ഷക്കാരനായ പിയേഴ്സൺ മാഷ് ഇത് വളരെ തെറ്റായ നടപടിയാണ്, തൊഴിലാളി വിരുദ്ധമാണ്, മസ്ക് ഇങ്ങനെ ഒരു ഭരണത്തിൽ ഇടപെടാൻ പാടില്ല എന്നൊക്കെ പറയുമെന്നാണ് ഞാൻ കരുതിയത്. അല്ല, അങ്ങനത്തെ ഒരു വശം വേറെയുണ്ട്. ഇങ്ങനെ കാരണം അയാൾ ഒരു മില്ലിയറാണ്, അയാൾ ഇതിൻ്റെ അകത്ത് ഇടപെടണം എന്തിനാണെന്നൊക്കെ ചോദിക്കാം. പക്ഷെ നമുക്കതിൻ്റെ അപ്പുറത്തുള്ള വേറൊരു റിയാലിറ്റി നമുക്കറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിടയിൽ തൊഴിലാളികൾ നിരുത്തരവാദിത്വപരമായി പെരുമാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അവരെ ശരിയാക്കുക? നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ സ്ഥിതി അറിയാലോ. വിദ്യാഭ്യാസ രംഗത്ത് കാര്യക്ഷമമായിട്ട് അധ്യാപകർ പ്രവർത്തിക്കണം എന്നൊക്കെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞപ്പോൾ ഇയാളെ പുറത്താക്കുന്നതാണ് ഇടതുപക്ഷ സംഘടനകളോട് പറഞ്ഞു. അങ്ങനത്തെ നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അവർ പറയുന്നതിൽ എന്ത് ശരിയാണുള്ളത്? അവർ പറയുന്നതിൽ ശരി, നമ്മുടെ വിദ്യാഭ്യാസം സംഘടിത ശക്തി. അതെ, അങ്ങനെ സംഘടിത ശക്തി ഒരു സമൂഹത്തിന് ദ്രോഹകരമായിട്ടുള്ള രീതിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മളതിനെ സഹായിക്കേണ്ടതില്ല. അത് അങ്ങനെ സഹായിക്കുന്നതല്ല ഇടതുപക്ഷ ആശയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പക്ഷേ ഇവിടെ അറിയാം, ഇടതുപക്ഷം എന്ന് പറയുന്നത് വെറും സംഘടന സംവിധാനം മാത്രമാണ്. അതിനപ്പുറമായിട്ട് പ്രത്യയശാസ്ത്ര ഗെയിൻ മാത്രമേ ഉള്ളൂ, റിസൾട്ട് കൊടുക്കാൻ താല്പര്യമില്ല. ഏതായാലും ട്രംപ് ഭരണകൂടത്തിൽ അല്ല, പുതിയ രീതിയിൽ വരട്ടെ. അമേരിക്കയിൽ ഒരു പുതിയ വാക്കുണ്ടായിരിക്കുന്നു, ഇലോണിഫിക്കേഷൻ എന്ന് പറയുന്ന വാക്ക് ഒരു പക്ഷേ ലോകത്ത് തന്നെ ഇത്തരം കാര്യങ്ങൾ സ്ട്രിക്റ്റായി എടുക്കുന്നതിനുള്ള ലോകം ഒരു പുതിയ പേരായിട്ട് മാറാം. ലോകം മാറുകയാണുള്ള ആ മാറ്റത്തിൽ കാര്യക്ഷമതയില്ലാത്ത ആളുകൾ അവർക്ക് മാറി നിൽക്കേണ്ടതായിട്ട് വരും. കാര്യക്ഷമമായൊരു ലോകത്ത് കാര്യക്ഷമതയില്ലാത്തവർക്ക് മാറി നിൽക്കേണ്ടതായിട്ട് വരും. നമ്മളെ മാനുഷിക പരിഗണനകളൊക്കെ ഇക്കാര്യത്തിൽ വേണം. അത് ഒരു വശം. എല്ലാത്തിനും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതികളുണ്ടെങ്കിൽ മാത്രമേ സമൂഹത്തിന് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയൂ. അതായത് അമേരിക്കയും ട്രംപും പുതിയ പാഠങ്ങൾ ലോകത്തിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലം എന്തായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാനേ, അതുപോലെ തന്നെ അതിനെ അംഗീകരിക്കലും അതിനെ നിരസിക്കലും ഒക്കെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റും. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.